വെൽക്കം ബാക്ക് എവരിവൺ. ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൂജിഫിലിം ക്യാമറകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഫോട്ടോഗ്രാഫി എന്ന ആർട്ട് അഥവാ ക്രാഫ്റ്റിനെ വളരെ പാഷനേറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നവരും ഫൂജി ക്യാമറകളുടെ കളർ സയൻസ് വളരെയധികം ഇഷ്ടപ്പെടുന്നവരുമാണ്. എങ്കിലിപ്പോൾ പുതുതായിട്ട് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അതുപോലെ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയോട് കൂടി ഇറങ്ങുന്ന 2 ക്യാമറകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫുജിഫിലിമിന്റെ XM-5 എന്നുള്ള ക്യാമറയാണ്. സൈസിന്റെ കാര്യത്തിൽ കോമ്പാക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു മിറർലെസ് ക്യാമറ ഡിസൈൻ ചെയ്തത് അൺബിലീവബിൾ എന്ന് തന്നെ പറയാം. നമ്മുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോണിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ കയ്യിലുള്ള XA7-നേക്കാളും ചെറിയ ബോഡിയാണെന്നുള്ള കാര്യം ശരിക്കും എന്നെ ഞെട്ടിച്ചു. ക്യാമറ പ്രൈസിലേക്ക് വരുമ്പോൾ XM-5 ബോഡി ഓൺലി വരുന്നത് 83,999 ആണ്. വിത്ത് കിറ്റ് ലെൻസ് 15-45mm 94,999 വാങ്ങാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബിഗിനർ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗിംഗ് ക്യാമറയാണെങ്കിലും ഇതിലുള്ള ഫീച്ചേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഫുജിഫിലിം XM സീരീസിന്റെ ലെഗസി നോക്കുകയാണെങ്കിൽ 2013 ഇറങ്ങിയ ഫുജിഫിലിമിന്റെ 3ാമത്തെ മിറർലെസ് ക്യാമറയായിരുന്നു XM1. അതിനു മുമ്പ് ഇറങ്ങിയ X-Pro 1ന്റെയും XE1ന്റെയും സക്സസർ ആയിട്ടാണ് XM സീരീസ് ഇവോൾവ് ചെയ്തത്. ഫുജിഫിലിം XM1 നിന്ന് XM5ലേക്ക് എത്തി നിൽക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ചും XM സീരീസ് ലീനിയേജിൽ പുതിയൊരു ചാപ്റ്ററിനെ തുടങ്ങാൻ പോകാമെന്ന് പറയാം ഫുജിഫിലിമിന്റെ ഈ ഒരു XM5 ക്യാമറ. ഫിസിക്കൽ ഓവർവ്യൂയിലേക്ക് വരികയാണെങ്കിൽ ഇത്ര ചെറിയ ക്യാമറയായിട്ടും കൂടി ഫുജിഫിലിമിന്റെ ഹൈ എൻഡ് ക്യാമറയിൽ കണ്ടുവരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡയൽസും ബട്ടൺസും ഈ ക്യാമറയിലും അവൈലബിൾ ആണെന്നുള്ളതാണ്. അഡീഷണലി ഒരു ജോയ്സ്റ്റിക്കും കൂടെ കൊടുത്തത് ഈ ഒരു കാറ്റഗറി ക്യാമറയിൽ അധികം കാണാത്തതുമാണ്. നമുക്ക് അപ്പേച്ചറും ഷട്ടർ സ്പീഡൊക്കെ കസ്റ്റമൈസ് ചെയ്ത് അസൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള 2 ഡയലുകളും കൂടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഡയൽസ് ഒക്കെ പ്രസ് ബട്ടൺ കൂടിയാണ്. അതിലൂടെ നമുക്ക് ക്യാമറ പാരാമീറ്റേഴ്സ് അസൈൻ ചെയ്യാം. ഇത്രയും അഡീഷൻസ് ഉണ്ടെങ്കിലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് ഫുജിഫിലിമിന്റെ ലെജൻഡറി ഫിലിം സിമുലേഷൻസ് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഡയൽ ബട്ടൺ കൂടെ കൊടുത്തത് ഈ ക്യാമറ ഡിസൈൻ ചെയ്ത ആളുടെ ഒരു ബ്രില്യൻസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് LCD ടച്ച് സ്ക്രീനാണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വ്ളോഗേഴ്സിനും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ക്യാമറ ഇറക്കിയിട്ടുള്ളത്. ഇനി ഹാർട്ട് ഓഫ് ദ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ എക്സ്ട്രാൻഡ് CMOS 4 വിത്ത് പവർഫുൾ X പ്രോസസർ 5 ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിനു മുമ്പേ ഇറങ്ങിയ ഫുജിഫിലിം XS20യിലുള്ള സെയിം സെൻസർ തന്നെയാണ്. 20 മെഗാപിക്സലാണ് റെസൊല്യൂഷൻ. വീഡിയോയിലേക്ക് വരുമ്പോഴാണ് ജോ ഡ്രോപ്പിംഗ് സ്പെസിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6.2K ഓപ്പൺ ഗേറ്റ് വിത്ത് 10-bit ഇന്റേണലി റെക്കോർഡ് ചെയ്യാം, അതും വിത്ത് F-Log 2 ഓപ്ഷനോട് കൂടിയിട്ട്. ഓപ്പൺ ഗേറ്റ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പറയാം. ക്യാമറയുടെ ഫുൾ സെൻസർ റീഡൌട്ട് കിട്ടുന്ന രീതിയിൽ ക്രോപ്പിംഗ് ഇല്ലാതെ 3:2 ആസ്പെക്ട് റേഷ്യോയിലാണ് വീഡിയോ ക്യാപ്ചർ ആകുന്നത്. പിന്നീട് നമുക്ക് 16:9 റേഷ്യോയിലേക്ക് വെർട്ടിക്കലായോ ഹൊറിസോണ്ടലായോ ക്രോപ്പ് ചെയ്താൽ ഇമേജ് സൈസ് വലുതായിട്ട് മിസ്സാവാതെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ 6K സെൻസറിൽ നിന്നും 4Kയിലേക്ക് ഓവർ സാമ്പിൾ ചെയ്ത് ഡീറ്റെയിൽഡ് വീഡിയോസും ക്യാപ്ചർ ചെയ്യാം. അത് 4K 60 അതുപോലെ 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ, അതിലും 17:9 ആസ്പെക്ട് റേഷ്യോയിൽ DCI 4K HQ, DCI 4K ഫുൾ HQ എന്ന് വേണ്ട വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും അസൈൻ ചെയ്യാം. കൂടാതെ 4K LP എന്നുള്ള മോഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഓവർ ഹീറ്റിംഗ് മിനിമൈസ് ചെയ്തുകൊണ്ട് ലോങ്ങർ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാനുള്ള ഒരു മോഡാണിത്. ഈ ഒരു മോഡിലും 4K 60യിലും ഒരു 1.18 ക്രോപ്പ് വരുന്നുള്ളത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഫുൾ HDയിലാണെങ്കിൽ 240 FPS വരെയുള്ള ഹൈ സ്പീഡ് റെക്കോർഡിംഗ് മോഡും എനേബിൾ ആണ്. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് പറയുമ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിൽ പേടിക്കണ്ട, അവർക്ക് വേണ്ടി വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു വ്ളോഗ് മോഡും കൂടി ക്യാമറയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വരെ വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബേസിക് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ. അതായത് റൈറ്റ് ഔട്ട് ഓഫ് ദി ബോക്സ് ക്യാമറ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോളോ ക്രിയേറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഷോർട്ട് മൂവി മോഡുണ്ട്. ക്യാമറ റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ 9:16 റേഷ്യോയിൽ 15, 30, 60 സെക്കൻഡ്സ് ഡ്യൂറേഷൻ തരുന്ന വീഡിയോസ് ഓൺ ഡിസ്പ്ലേ ടൈമറോട് കൂടി നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഇതേ ഓപ്ഷൻ ടൈമർ ലിമിറ്റ് ഇല്ലാതെയും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. റെഗുലർ മൂവി മോഡിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫുൾ HDയിലായിരിക്കും വീഡിയോ റെക്കോർഡ് ആവുക. 6Kയിലോ 4Kയിലോ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്യാമറ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതുപോലെ വ്ളോഗിംഗ് ചെയ്യുന്നവർക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഹാൻഡ് ഗ്രിപ്പും കൂടെ ഒരു ആക്സസറി ആയിട്ട് വരുന്നുണ്ട്. കൂടാതെ ഒരു പോർട്ടബിൾ ടേബിൾ ട്രൈപോഡാണ്. ക്യാമറ ബ്ലൂടൂത്ത് വഴി റിമോട്ട്ലി കൺട്രോൾ ചെയ്യാം. പവർ സൂം ഓപ്ഷനുള്ള ലെൻസാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി കണക്ടിവിറ്റിയിലാണെങ്കിലും യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. മൈക്രോ HDMI, Type-C പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, മൈക്രോഫോൺ ഇൻപുട്ട് ഉണ്ട്. ഇനി അഥവാ നിങ്ങൾ എക്സ്റ്റേണൽ മൈക്രോഫോൺ എടുത്തിട്ടില്ലെങ്കിൽ തന്നെ വളരെ കൺട്രോൾഡ് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 3 മൈക്രോഫോണാണ് ക്യാമറയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ സറൗണ്ട്, ഫ്രണ്ട് പ്രയോറിറ്റി, ബാക്ക് പ്രയോറിറ്റി, ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്നുള്ള രീതിയിൽ ഓഡിയോ പിക്കപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം.
ഹലോ സൗണ്ട് ചെക്ക് ഹലോ 1 2 3. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമറയുടെ സറൗണ്ട് ഓഡിയോ ഫീൽഡ് ഓപ്ഷനിലാണ്. അതായത് ക്യാമറയുടെ ചുറ്റുമുള്ള 360 സൗണ്ട് ക്യാപ്ചർ ആവുന്ന തരത്തിലുള്ള ഒരു മോഡാണ് സറൗണ്ട് എന്ന് പറയുന്നത്. ഫ്രണ്ട് പ്രയോറിറ്റിയിലാക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് മൈക്ക് പ്രയോറിറ്റിയിലാണ്. ഹലോ സൗണ്ട് ചെക്ക് ഹലോ 1 2 3. ഇപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വോയിസ് മാത്രമാണ് റെക്കോർഡ് ആവുന്നത്. ഇനിയിപ്പോൾ ബാക്ക് പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ ഹലോ സൗണ്ട് ചെക്ക് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള മൈക്കിൻ്റെ ഓഡിയോ കുറച്ചിട്ട് പുറകിൽ നിന്നോ ഇപ്പോൾ ഞാൻ പുറകിലോട്ട് ഒന്ന് സംസാരിക്കാം. ഹലോ 1 2 3 1 2 3. ഈ രീതിയിലുള്ള ഓഡിയോ ആണ് ബാക്ക് മൈക്ക് പ്രയോറിറ്റിയിൽ ക്യാപ്ചർ ആവുന്നത്. ദെൻ ബാക്ക് ആൻഡ് ഫ്രണ്ട് പ്രയോറിറ്റി മോഡാണ്. ഇപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിലുള്ള ശബ്ദവും ക്യാമറയുടെ പുറകിലുള്ള ശബ്ദവും നമുക്ക് ഒരേപോലെ ക്യാപ്ചർ ആവുന്നത്. ഹലോ ശ്രീജിത്ത്, ഹലോ സംസാരിച്ചേ. ഹലോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. ഹലോ സൗണ്ട് ടെസ്റ്റ്. ഇതാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്രയോറിറ്റി മോഡ്. അതേപോലെ തന്നെ ബിൽറ്റിൻ ആയിട്ട് നോയ്സ് റിഡക്ഷൻ എന്നുള്ള ഓപ്ഷനും കൂടെ ഈ ഒരു ക്യാമറക്കകത്ത് വരുന്നുണ്ട്. ഇപ്പം ഞാൻ നോയ്സ് റിഡക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്തിട്ടാണുള്ളത്. അപ്പം ക്യാമറയിൽ തന്നെ ബിൽറ്റിൻ ആയിട്ട് നോയ്സ് റിഡക്ഷൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗണ്ട് ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കാം. സൗണ്ട് ചെക്ക് ഹലോ 1 2 3 സൗണ്ട് ചെക്ക് നോയ്സ് റിഡക്ഷൻ ഓൺ. വീഡിയോ ഓട്ടോ ഫോക്കസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഡിറ്റക്ഷൻ ഉൾപ്പെടെ ഹ്യൂമൻ, ആനിമൽസ്, ഓബ്ജക്ട്സ് എന്ന് വേണ്ട കംപ്ലീറ്റ് ഓട്ടോ ഫോക്കസ് ഫീച്ചേഴ്സും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട്. ക്യാമറയിൽ എല്ലാ ട്രാക്കിംഗ് ഫീച്ചേഴ്സും എനേബിൾഡ് ആണെങ്കിലും ഈ ഒരു ഓട്ടോ ഫോക്കസ് പെർഫോമൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസിന്റെ ക്യാരക്ടർ അനുസരിച്ചുള്ള റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റും നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഒരു ക്യാമറയും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഈ ക്യാമറയിലുള്ള ഒരു ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷന്റെ അഭാവമാണ്. ഡെഫിനറ്റ്ലി ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ക്യാമറയിൽ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ മോഡിൽ മാത്രമേ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോയിൽ ഒരുപാട് ഷേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷന്റെ ജർക്കിംഗ് കാണാം. ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ള ലെൻസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഇഷ്യൂ ഒരു പരിധി വരെ സോൾവ് ചെയ്യാം. ഇഫക്റ്റീവ്ലി ഒരു ഗിംബൽ യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ ഈ ക്യാമറ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കോമ്പാക്റ്റ് ആയിട്ട് വെക്കാനുള്ള ലെൻസ് നോക്കുകയാണെങ്കിൽ XF27mm f2.8 അപ്പേച്ചറോട് കൂടിയിട്ടുള്ള ലെൻസ് ഈ ക്യാമറയെ ശരിക്കും പോക്കറ്റബിൾ ആകും. ഒരു അതിശയോക്തിയായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനുള്ള സ്പെസിഫിക്കേഷനും ഓൾമോസ്റ്റ് ഒരു സൂപ്പർ 35 ക്യാമറയുടെ സെൻസർ സൈസും ഉള്ള, അതും പോക്കറ്റിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സിനിമ ക്യാമറയായിട്ട് ഈ ഒരു Fujifilm XM-5 മിറർലെസ് ക്യാമറയെ കൺസിഡർ ചെയ്യാം. എന്തായാലും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇത് പറയാൻ കാരണം എർമിയ റമീസ് എന്നുള്ള ഒരു ടർക്കിഷ് ഫിലിം മേക്കർ ഈ ഒരു ക്യാമറ ബോഡി മാത്രം ഉപയോഗിച്ചിട്ട് 7 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് തള്ളാണോ കാര്യമാണോ എന്നുള്ളത്. ചെറിയ ബോഡി ആയതുകൊണ്ട് തന്നെ കൂളിംഗ് സിസ്റ്റം ഈ ഒരു ക്യാമറയിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് ക്യാമറയിൽ നിന്നുള്ള പവർ കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂളിംഗ് ഫാൻ ആക്സസറി Fujifilm ഇറക്കിയിട്ടുള്ളത്. നിങ്ങൾ ലോങ്ങർ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ആക്സസറി അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഇമേജിങ്ങിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ട്രാവൽ ഫോട്ടോഗ്രാഫി ആവട്ടെ, ഫുഡ് ഫോട്ടോഗ്രാഫി, ലൈഫ് സ്റ്റൈൽ എന്ന് വേണ്ട ഏതൊരു കാറ്റഗറിയിലും വളരെ ഡീറ്റെയിൽഡും സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഇമേജസ് എടുക്കാൻ ഈ ഒരു സെൻസർ കേപ്പബിൾ ആണ്. കളേഴ്സ് ഒക്കെ സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ദ ക്യാമറ വളരെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്നുണ്ട്. എങ്കിലും എല്ലാ ഫ്യൂജി ക്യാമറകളെ പോലെ തന്നെയും ഓർഗാനിക് ഫിലിം ലൈക്ക് JPEGs എടുക്കാൻ പറ്റുന്ന കോമ്പാക്റ്റും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ എന്നുള്ള പ്രത്യേകതയും Fujifilm XM-5 ഓട്ടോ ഫോക്കസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഐ ഡിറ്റക്ഷൻ, ട്രാക്കിംഗ് തൊട്ട് ആനിമൽസ്, വെഹിക്കിൾ എന്ന് വേണ്ട ഇപ്പോഴത്തെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ ഫോക്കസ് മെത്തേഡും ഈ ഒരു ക്യാമറയിലും അവൈലബിൾ ആണ്. ഈ ക്യാമറയിൽ ഇന്റലിജന്റ് ഹൈബ്രിഡ് ഓട്ടോ ഫോക്കസ് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. TTL കോൺട്രാസ്റ്റ് ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് ആണ്. അതും എക്സ് പ്രോസസർ 5ന്റെ പവറും കൂടി ആവുന്ന സമയത്ത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫോക്കസിങ്ങും അതേപോലെ ഫോക്കസ് ട്രാക്കിങ്ങും ആണ് കിട്ടുന്നത്. ഓക്കെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ ക്യാമറയിലേക്ക് പോവാം. നിങ്ങളൊരു ട്രാവൽ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാണെങ്കിലും Fujifilmന്റെ കളർ സയൻസും എസ്തെറ്റിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രി മിഡ് ലെവൽ ക്യാമറയാണ് Fujifilmന്റെ X-T50. ക്യാമറ ബോഡി ഓൺലി പ്രൈസ് നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് MRP വരുന്നത്. പലപ്പോഴും ഇത് ഓഫർ സെയിലിനും കിട്ടാറുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് വ്യൂ ഫൈൻഡർ തന്നെയാണ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാമറയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ക്യാമറകളുടെ റെട്രോ ക്ലാസിക് ഡിസൈൻ തന്നെയാണ് Fujifilm ക്യാമറ വാങ്ങിക്കാൻ എന്നെ കൊതിപ്പിക്കുന്നത്. ഈ ഒരു സ്റ്റൈലിഷ് ചാർക്കോൾ കളർ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. പ്യൂർ വിൻറ്റേജ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിൽവർ ബോഡിയും നല്ലൊരു ഓപ്ഷനാണ്. ഈ ക്യാമറയും പറഞ്ഞ പോലെ വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജിയും ഓൾമോസ്റ്റ് X-T5ന്റെ ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്.
40 മെഗാപിക്സലിന്റെ എക്സ്റ്റാൻസ് CMOS 5 HR സെൻസറാണ്. അതും Fujifilm XM5 പോലെ തന്നെ AI പ്രോസസിംഗ് ടെക്നോളജിയോട് കൂടിയിട്ടുള്ള സെയിം X പ്രോസസർ 5 7 സ്റ്റോപ്സ് ഓഫ് ഇൻബോഡി സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടാണ് ഈ ക്യാമറ വരുന്നത്. ക്യാമറ എർഗണോമിക് ഇംപ്രൂവ്മെന്റ് ആണ് X-T50 വന്നിട്ടുള്ള മേജർ അപ്ഡേറ്റ്. ഇംപ്രൂവ്ഡ് ഗ്രിപ്പാണ് ഈ റൗണ്ടഡ് ഷേപ്പ് വഴി കിട്ടിയിരിക്കുന്നത്. ക്വിക്ക് മെനു കുറച്ചും കൂടെ റേസ് ചെയ്ത് കൊടുത്തത് നല്ലൊരു അഡീഷൻ ആണ്. മാത്രമല്ല ഒരു എക്സ്ട്രാ തമ്പ് ഗ്രിപ്പും ഇതുവഴി കിട്ടുന്നുണ്ട്. XM5ന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡയൽസും ബട്ടൺസും ഈ ക്യാമറയിലും അവൈലബിൾ ആണ്. ക്യാമറ മെനുവിൽ പോയി തപ്പിക്കളിക്കേണ്ട ഒരു ആവശ്യം ഇതുകൊണ്ട് വരുന്നില്ല. ഫോട്ടോഗ്രാഫിക് സെൻട്രിക് ക്യാമറ ആയതുകൊണ്ട് തന്നെ ഒരു ടിൽറ്റബിൾ മോണിറ്ററാണ് ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. 1.84 മില്യൺ ഡോട്ട്സോട് കൂടിയിട്ടുള്ള 3 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ മോണിറ്ററാണ് വരുന്നത്. പ്രസ് ബട്ടണോട് കൂടിയതും 2 ഡയൽസും ഷൂട്ടിംഗ് പാരാമീറ്റേഴ്സ് അസൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഡെഫിനറ്റ്ലി ഫിലിം സിമുലേഷൻ ഡയൽ ഇപ്പോൾ ഇറങ്ങുന്ന ക്യാമറയിലൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നതും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതിലുള്ള ക്ലാസിക് റോമും ലേറ്റസ്റ്റ് ഇൻട്രൊഡക്ഷനായ റിയല ഏസ് എന്നുള്ള ഫിലിം സിമുലേഷൻ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. FS1 മുതൽ FS3 വരെ 3 കസ്റ്റമൈസബിൾ ഓപ്ഷൻ കൂടെ കൊടുത്തത് നമ്മുടെ ഫേവറേറ്റ് സിമുലേഷൻസും കസ്റ്റമൈസ്ഡ് റെസിപ്പീസ് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയാണ്. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ മൈക്രോ HDMI, ലൈവ് സ്ട്രീമിങ്ങിനും ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനും വേണ്ടി Type C പോർട്ട് ഉണ്ട്. ഡെഡിക്കേറ്റഡ് ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ഇല്ല, അതിനുവേണ്ടി Type C അഡാപ്റ്റർ ക്യാമറ ബോക്സിൽ വരുന്നുണ്ട്. മൈക്രോഫോണിനും ക്യാമറ റിമോട്ട് വയറിങ്ങിനും ഒരു കോമൺ 3.5mm ജാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫോട്ടോഗ്രാഫി ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇമേജിങ്ങിന്റെ കാര്യത്തിലാണ് ഈ ക്യാമറ ശരിക്കും ഷൈൻ ചെയ്യാൻ പോകുന്നത്. കളർ സയൻസ് ആവട്ടെ കൺവീനിയൻസ് ആവട്ടെ ഇമേജിങ്ങിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്തൊരു ക്യാമറ തന്നെയാണ്. ഫോട്ടോസിന്റെ കാര്യത്തിൽ ഹൈലി ഡീറ്റെയിൽഡ് ഫോട്ടോസ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇമേജ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു മിനി X-T5 ആയിട്ട് തന്നെ ഈ ക്യാമറയെ കൺസിഡർ ചെയ്യാം. മെക്കാനിക്കൽ ഷട്ടറിൽ 8 ഫ്രെയിം പെർ സെക്കൻഡും ഇലക്ട്രോണിക് ഷട്ടറിൽ 1.2 ക്രോപ്പോട് കൂടി 20 ഫ്രെയിം പെർ സെക്കൻഡിലും ഫോട്ടോസ് എടുക്കാം. ഏകദേശം 1.5 മണിക്കൂറോളം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 300 തൊട്ട് 400 ഫോട്ടോ വരെ എടുക്കാനുള്ള ഒരു ബാറ്ററി ലൈഫാണ് ഈ ഒരു ക്യാമറ ഓഫർ ചെയ്യുന്നത്. ഒരു ഡെഡിക്കേറ്റഡ് ബിൽറ്റ് ഇൻ പോപ്പപ്പ് ഫ്ലാഷുമായിട്ട് തന്നെയാണ് ക്യാമറ വരുന്നത്. എങ്കിലും എക്സ്റ്റേണൽ ഫ്ലാഷ് ഉപയോഗിക്കാനുള്ള പോർട്ടും കൂടെ കൊടുത്തത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓട്ടോ ഫോക്കസ് പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോൺട്രാസ്റ്റ് ആൻഡ് ഫേസ് ഡിറ്റക്ഷന്റെ പെർഫോമൻസ് നമുക്കിവിടെ കാണാം. ഹൈ ക്വാളിറ്റി ഫാസ്റ്റ് ഓട്ടോ ഫോക്കസും കസ്റ്റമൈസബിൾ ഓബ്ജക്റ്റ് റെക്കഗ്നേഷനും എന്തായാലും ഓട്ടോ ഫോക്കസിലെ ഇംപ്രൂവ്മെന്റ് മുമ്പെയുള്ള ഫ്യൂജിഫിലിം ക്യാമറയിൽ നിന്നും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇതെന്തായാലും ക്യാമറയുടെ പെർഫോമൻസ് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസിന്റെയും കൂടെ ക്യാരക്ടറും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓട്ടോ ഫോക്കസിന്റെ കാര്യത്തിൽ. വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഹൈ ക്വാളിറ്റി വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിലും ഫുൾ വിഡ്ത്ത് 4K 30 FPS ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിക്സൽ ബിൻ ചെയ്തിട്ടാണ് കിട്ടുന്നത്. അതായത് സെൻസറിന്റെ ഫുൾ റെസൊല്യൂഷൻ റീഡൌട്ട് ഈ കാര്യത്തിൽ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ 4K ഓവർ സാമ്പിൾഡ് മോഡും ഉണ്ട്. ഇതും സെൻസറിന്റെ 24 മെഗാപിക്സൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എന്ന് കരുതി വീഡിയോ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അപ് ടു 6.2K 30 FPS വരെ ഈ ക്യാമറയിൽ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാം. ഈ കാണുന്നത് ഒരു ഹാൻഡ് ഹെൽഡ് ആയിട്ട് എടുത്ത വീഡിയോ ആണ്. 7 സ്റ്റോപ്സ് ഓഫ് ഇമേജ് സ്റ്റെബിലൈസേഷൻ വീഡിയോ ഷൂട്ടേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ബജറ്റ് റേഞ്ചിൽ ഹൈ ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വീഡിയോ സെൻട്രിക് ക്യാമറയാണ് നോക്കുന്നതെങ്കിൽ Fujifilm XM5 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കോമ്പാക്ട് ആൻഡ് ട്രാവൽ ഫ്രണ്ട്ലി ക്യാമറ, 6.2K ഓപ്പൺ ഗേറ്റ് വീഡിയോ റെക്കോർഡിംഗ്, വളരെ എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വ്ളോഗ് മോഡ്, ഫോട്ടോഗ്രാഫിക്കും വളരെ കേപ്പബിൾ ആയിട്ടുള്ള ക്യാമറ. ഇതൊക്കെയാണ് XM5ന്റെ ഹൈലൈറ്റ്. അതല്ല നിങ്ങൾ ഫോട്ടോഗ്രാഫിക്കാണ് മുൻഗണന കൊടുക്കുന്നെങ്കിൽ Fujifilm X-T50 തന്നെയായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. എടുത്തു പറയുകയാണെങ്കിൽ പുതിയ ഡിസൈൻ ചേഞ്ചസ്, ഫിലിം സിമുലേഷൻ ഡയൽ, ഇംപ്രൂവ്ഡ് ഗ്രിപ്പ്, 40 മെഗാപിക്സലിന്റെ ഹൈറസ് ഇമേജസ് എടുക്കാം. എബവ് ഓൾ ഡെഡിക്കേറ്റഡ് വ്യൂ ഫൈൻഡർ കൂടെയുള്ളത് Fujifilm X-T50യെ ഒരു പെർഫെക്റ്റ് ഫോട്ടോഗ്രാഫി ക്യാമറയാക്കി മാറ്റുന്നു. താങ്ക് യു സോ മച്ച് Fujifilm India ഈ ഡെമോ യൂണിറ്റ്സ് എനിക്ക് അയച്ചു തന്നതിന്. ഏകദേശം ഒരു മാസമായിട്ട് ഈ 2 ക്യാമറകളും ഞാൻ ഉപയോഗിച്ചു വരികയാണ്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. കൂടാതെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. എന്തായാലും ഈ ക്യാമറകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. അതുപോലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക് ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്.